ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഏകദേശം ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഒരു 80 to 90% ഓഫ് ആളുകൾക്കും അറിയുന്നുണ്ടാവും. പക്ഷേ എന്നിട്ട് ഞാനിത് പറയാൻ പോകുന്നത് ബാക്കിയുള്ള 10% ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതിലും നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ അതിൻ്റെ ടൈം കുറയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവണം, ഇൻസ്റ്റഗ്രാമിൽ യൂസ് ചെയ്യുന്ന ടൈം വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ നിങ്ങളെ കൂടുതൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത് ലൈക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മളെ ഐഫോൺ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫോണുകളിൽ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും അതുപോലെ ആപ്പിൾ ഡിവൈസിലാണെങ്കിലും നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. പക്ഷേ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ ഒരു ടൈം ലിമിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടൈം മാനേജ്മെൻറ്റിൽ ഓപ്ഷൻ ഉണ്ട്. ഏകദേശം ഒരു 90% ആളുകൾക്കും അറിയുന്നുണ്ടാവും. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ ആപ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് ലൈക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലൈക്ക് എന്താ പറയുക ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലൈക്ക് 100% എഫക്റ്റീവ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനിടയ്ക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അത് ജസ്റ്റ് ബ്രെയിനിലോട്ട് ചെറിയൊരു അലേർട്ട് പോയിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ലൈക്ക് ഒന്ന് ഓഫാക്കിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ കുറച്ച് സമയം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് ജോബ്സ് എന്താണെങ്കിൽ അത് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൻ്റെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നമുക്ക് ഡെയിലി ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 30 മിനിറ്റ്, 45 മിനിറ്റ്സ്, 1 hour, 2 hour ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒരു ടൈം നമ്മൾ അത്രയും ടൈം ആ ആപ്ലിക്കേഷനിൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ പിന്നെയും പറയുന്നു. പക്ഷേ അറിയാത്ത ആളുകളുണ്ട്, നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് യൂട്ടിലൈസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് സ്ലീപ്പ് മോഡും സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു ഇത്ര ടൈം ആയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻസ് സ്ലീപ്പ് മോഡിലോട്ട് പോകുന്ന ടൈപ്പിൽ, അതായത് നോട്ടിഫിക്കേഷൻസ് ഒന്നും വരാത്ത ടൈപ്പിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നീക്കുമ്പോൾ മാത്രം നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ഒരു ഫീച്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കി നോക്കാം. ആൻഡ് ആൾസോ ഷെയർ യുവർ ഫീഡ്ബാക്ക് ടു. ഓക്കെ.